അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവിൽ നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രയും പാപഹരൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രയും പാപഹരൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. Amen. Praise the Lord. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം ഡോക്ടർ വി രാജൻ ഉള്ളതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഡോക്ടർ രാജൻ നമുക്കൊപ്പം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പരിശുദ്ധമുള്ള ദൈവമേ, കർത്താവേ, നല്ല ദൈവമേ, ഈ ശബ്ദത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയുടെ വചനവുമായി പഠിക്കുവാനും അങ്ങ് പാടിപ്പോഴ്ത്തുവാനും ആരാധിക്കുവാനുമായി ഞങ്ങൾക്ക് അവസരം തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ പാടിപ്പോഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനുമായി ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങേക്ക് തൃപ്തികരമാകുമെന്നും ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ എന്ന് യാചിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ കൂടിവരവനെ അങ്ങ് മാനിക്കണമേ. ഞങ്ങളുടെ കൂടിവരവനെ മാനിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. തുടർന്നും അനേകർ കടന്നു വന്ന് ഈ സന്തോഷം അനുഭവിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പഠിപ്പിക്കുന്ന ദാസിയോട് നിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. അതുപോലെ കർത്താവെ, ഇതിനെ നേതൃത്വം നൽകുന്ന പാസ്റ്ററെയും മറ്റ് എല്ലാ സംവിധാനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് നെറ്റിന്റെയോ മറ്റ് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകാതെ നല്ല രീതിയിൽ പാഠം പഠിപ്പിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെന്തും കൂടെ ഇരുന്ന് ഞങ്ങളെ രക്ഷിച്ച് വഴി നടത്തുമാറാകണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. യാചന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. എല്ലാവർക്കും മനോഹരമായ ഒരു ശബ്ദത്തും കൂടെ ആശംസിക്കുകയാണ്. ദൈവം പ്രൈസ് ഗോഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റു മൈക്കുകൾ ഓഫായിരിക്കട്ടെ, മ്യൂട്ടായിരിക്കട്ടെ. അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മൈക്കുകൾ ഓഫ് ചെയ്ത് സൂക്ഷിക്കാം. ഒപ്പം നമ്മൾ രണ്ടാമത്തെ കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സന്ദർശിക്കുക. മനോഹരമായ ടൈറ്റിലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. ഒരുപക്ഷെ ആ അഭിപ്രായം കാണുന്ന ഒരാൾക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഇഷ്ടം തോന്നാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ അവരും കൂടെ പ്രാപ്തരായി തീരും. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുവാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ ഇതൊരു കൂട്ടായ്മയാണല്ലോ, അനുഗ്രഹപ്രദമായ ഒരു കൂട്ടായ്മ. ഓരോ വ്യക്തിയോടും ചോദിക്കുമ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും എത്ര മാത്രം ഈ മീറ്റിങ്ങിനെ ഓരോ വ്യക്തിയും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം ശരിയായ രീതിയിൽ അനുഭവിക്കാൻ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ നമുക്ക് ക്ഷണിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു അനുഭവം, ദൈവികമായ അനുഭവം, പരിശുദ്ധാത്മ പ്രേരിതമായ ഒരു അനുഭവം ഉണ്ടാകാൻ ഇടയായി തീരും. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.
തീർച്ചയായിട്ടും ഈ മീറ്റിംഗ് നമുക്കൊരു അനുഗ്രഹമായിട്ട്, ഇത് മാളിക മുകൾ അനുഭവമാണ്. ഇവിടെ നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, പരസ്പരം അന്യോന്യം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നു ക്രിസ്തുവിൽ വളരാനായിട്ട്. നമ്മുടെ സ്വർഗീയ ജീവിതയാത്രയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പരദേശ യാത്ര അല്ലെങ്കിൽ സ്വർഗത്തെ, വാഗ്ദത്ത നാട്ടിനെ നോക്കിയുള്ള നമ്മുടെ യാത്രയിൽ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ദൈവിക മാതൃകകളായി നമുക്ക് മാറാൻ ഈ മീറ്റിംഗ് ഇടയായി തീരട്ടെ. ഒപ്പം ഈ നിമിഷം നമ്മളോടൊപ്പം ആയിരിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. Today we are having a special guest to explain our Sabbath school lesson to us, Dr. Rohini virathan. I would like to welcome her to this meeting, International Malayalam Sabbath School Discussion Program. Thank you so much for accepting our invitation to come and explain today's Sabbath school lesson portion to us. Dr. Rohini virathan is a senior doctor. We all may know her very well because they are serving God from many years in our Pune Adventist Hospital. By the way, I would like to say that Dr. Rohini, her husband, and almost many of our leaders are studied in our Kerala University, those days where we used to have a Sabbath off in the university. യൂണിവേഴ്സിറ്റിയില് ഡോക്ടർ രോഹിണിയൊക്കെ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന വിശ്വസ്തരായ ദൈവികദാസന്മാരാണ് കുടുംബം. ഡോക്ടർ ഫിലിപ്പ് വൈരത്താൻ, എല്ലാവർക്കും അവരെ കുടുംബമായി നമുക്ക് പരിചയമുണ്ട് എന്ന് വിചാരിക്കുന്നു. മിക്കവാറും എല്ലാ പേർക്കും ആ കുടുംബത്തെ അറിയാം. മാതൃകയുള്ള ഒരു കുടുംബമാണ്. ദൈവസേവനത്തിലും സഭാപ്രവർത്തനത്തിലും ഒക്കെ വളരെ മാതൃകയുള്ള ഒരു കുടുംബമാണ് പ്രിയ ഡോക്ടർ കുടുംബം. അതേപോലെ തന്നെ ഡോക്ടറിന്റെ ഒക്കെ കാലത്തുള്ള ഒരുപാട് പേര് കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അക്കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ ശബദിന് ഓഫ് ഉണ്ടായിരുന്നു, പരീക്ഷ അനുവദിക്കില്ലായിരുന്നു. അവരൊക്കെ ഇവിടുന്നൊക്കെ വന്ന് അവിടെയാണ് അവരുടെ പ്രാഥമികമായ ഡിഗ്രി ആ ഭാഗങ്ങളൊക്കെ പഠിച്ചത് അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമുണ്ട് ഡോക്ടർ രോഹിണി നമ്മളോടൊപ്പം ഉള്ളതിൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സ്ട്രീം ഹോട്ട് അല്ലെങ്കിൽ കഠിനമായ പാതയിലൂടെയുള്ള വഴികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പാഠത്തിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് അതിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. Dr. Rohini virathan, we are so happy to have you in our midst. Time is yours. We will learn together, Dr. Rohini virathan. I think you can hear me. Unmute ചെയ്യണം. The mic is mute. Dr. Rohini's mic Your mic is mute. Yes, okay, I'm just, now can you hear me? Yeah, we can hear you, madam. Okay, I think I've lost the video now. Yes, I am here. Yes, now what do I do? We can see you also. Can you all see me? Yes, we can see. And we can hear you also. Okay. I can't see myself, nor can I think I've lost it somewhere. Okay, good. Now, I want to start by the understanding of the three concepts that are there throughout the pottery, that there is a crucible, there is a fire, and there is a substance in the crucible. So what is what? So let us
have a very clear understanding of the first. What is in the crucible is a person or in a nation. Yeah, Doctor, you can give me a little space to translate. sure. Come again. Can you? Okay. The three things. What is the fire? What is the crucible? And what is the... Can you hear me? Yes. Okay. നമ്മൾ ഈ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കും. എന്താണ് മൂശ, എന്താണ് അഗ്നി, തീ പരിശീലനം എന്താണ് എന്നുള്ള 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. Okay, so for a Christian, there are only specifics. It can only be specifically, the fire represents all the circumstances of our lives. All the തീ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയുമാണ്, എല്ലാ പ്രശ്നങ്ങളെയുമാണ് തീ സൂചിപ്പിക്കുന്നത്. Yeah. The crucible for a believer is Jesus Christ and Jesus Christ alone. മൂശ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ്. പരിശോധന അല്ലെങ്കിൽ മൂശ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. Nothing else can be a crucible for us. All other things will destroy us. Whether it be human or human beings, it doesn't matter. ഒരു പക്ഷേ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റെന്തെങ്കിലുമാണ് ഈ മൂശയാകുന്നതെങ്കിൽ അതിന് നമ്മളെ നശിപ്പിക്കാനായിട്ട് കഴിയും. പക്ഷെ കർത്താവായ യേശുക്രിസ്തു ആയതുകൊണ്ടാണ് നമ്മളെ ഈ ശോധനകൾക്ക്, പ്രശ്നങ്ങളുടെ ഇടയിലും ഈ മൂശയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മളെ നശിപ്പിക്കാത്തത് യേശുക്രിസ്തു ആയതുകൊണ്ടാണ്. And that which is in the crucible, the ore or the metal that is to be purified, which is full of all kinds of impurities, that is us. യഥാർത്ഥത്തിൽ ഈ ലോഹത്തിൽ ഉണ്ടായിരിക്കുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ ആ ലോഹത്തിൽ അത് ഉരുക്കുന്ന വസ്തുവിനകത്തുണ്ടാകുന്ന മാലിന്യങ്ങളാണ് ഈ മൂശ, കർത്താവായ യേശുക്രിസ്തു എന്ന മൂശയിൽ മാറ്റിയെടുക്കുന്നത്. Okay, and how does God? Our question is talking about, people have faced very, very bad circumstances in their Christian life. That's what the lesson is all about. യഥാർത്ഥത്തിൽ ഈ പാഠം മുഴുവൻ പറയുന്നത് മനുഷ്യരൊക്കെ വളരെ വളരെ സങ്കീർണമായ അസഹനീയമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. Okay, our lesson is dealing with specifically 3 people: Abraham. 3 വ്യക്തികളുടെ അനുഭവത്തെ കുറിച്ചാണ് ഈ ആഴ്ചത്തെ പാഠം നമ്മൾ പഠിച്ചത്. ഒന്ന് അബ്രഹാമിനെ കുറിച്ചാണ്. The second one is Hosea. ഹോശയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. The third one is Job. മൂന്നാമത് നമ്മൾ യോബിനെ കുറിച്ച് പഠിച്ചു. And the fourth one is Paul, the Apostle Paul. നാലാമത് നമ്മൾ പഠിച്ചത് പൗലോസിന്റെ അനുഭവത്തെ കുറിച്ചാണ്. Okay, if you look at all these 4 people, their stories are ഈ very 4 പേരെയും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 4 പേരുടെയും അനുഭവങ്ങൾ, കഥകൾ വ്യത്യസ്തമാണ്. But in every fiery, bad so-called experience, in every bad experience that they are going through, whether any of them, any bad experience, ഇവരെല്ലാവരും കടന്നുപോയ അനുഭവങ്ങൾ എത്ര മോശപ്പെട്ടതാണെങ്കിലും എത്ര വലുതാണെങ്കിലും we see God smiling. We see God smiling. ദൈവത്തിന്റെ മന്ദസ്മിതങ്ങൾ, ദൈവത്തിന്റെ ചിരി, ദൈവത്തിന്റെ ആ മന്ദഹാസം നമുക്ക് അതിൽ കാണാം. And he's got a twinkle in his eyes. His eyes are twinkling. Twinkle in his eyes. He's enjoying. He's enjoying what he is going to achieve. That is what he's enjoying. God is enjoying. We are not enjoying. God is enjoying because he knows what he is doing. Just like the goldsmith knows what he is doing, God knows what he is doing.
എന്തുകൊണ്ടാണ് ദൈവം ഇത് നോക്കി മന്ദഹസിക്കുന്നത്, കർത്താവിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് എന്ന്? കർത്താവിന്റെ കണ്ണുകൾ തിളങ്ങുകയാണ് ഇത് കാണുമ്പോൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ദൈവത്തിനറിയാം ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തായി തീരാൻ പോകുന്നു എന്ന് കർത്താവിനറിയാം. നമുക്ക് വേദനയാണ്, പക്ഷെ നമ്മൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തായിത്തീരുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം വളരെ സന്തോഷത്തോടു കൂടി അവന്റെ കണ്ണുകൾ തിളങ്ങുകയും നമ്മളെ ഓർത്ത് ദൈവം അഭിമാനിക്കുകയും ചെയ്യുകയാണ്. As the book of Job says, when he has tried me, I will come forth as gold. അതുകൊണ്ടാണ് ഇയ്യോബ് അത് പറയുന്നത്, ഞാൻ ദേഹസഹിതനായി ഇതിനെ അതിജീവിച്ച് ഞാൻ ദേഹസഹിതനായി നിന്നെ കാണും എന്ന് പറയുന്നത്, ഇയ്യോബ് പറയുന്നത് കർത്താവായ യേശുവിന് വലിയ സന്തോഷകരമായ കാര്യമാണ്. Okay, let's take the story of Abraham. നമുക്ക് അബ്രഹാമിന്റെ കഥ ഒന്ന് നോക്കാം. This is a man who started off, if you read your Bibles correctly, he was part of a community that worshipped multiple gods. In the book of അബ്രഹാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബഹുദൈവ ആരാധന ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. God picked him out. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. And trains him. അവനെ പരിശീലിപ്പിച്ചെടുക്കുന്നു. Through all those circumstances. ആ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ദൈവം അബ്രഹാമിനെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. And Abraham does not always respond with faith and obedience. Does not. അബ്രഹാം പലപ്പോഴും വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും പാതയിലൂടെ അല്ല ഈ വിളികളോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത് പല സന്ദർഭങ്ങളിൽ. You know, we have some very peculiar ideas because we keep on listening to these stories from people who are telling it for many years, and they tell only all the good stuff and they do not tell the real stuff. പലപ്പോഴും അബ്രഹാമിന്റെ കഥയൊക്കെ ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് അവരുടെ കഥയിലെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രമേ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ കഥയിലെ ഒരു പക്ഷെ നമ്മൾ പഠിക്കേണ്ടുന്ന പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. Because the reality was, when God called Abraham the very first time in Mesopotamia, he never obeyed. It was the father of Abraham who took them out of Ur and brought them to a place called Haran. It was the father who did it. And God had told him very clearly, leave your family, leave your country. I will give you a family. I will give you a country. Abraham did not obey first time. എബ്രഹാമിനോട് ദൈവം വിളിച്ചു പറഞ്ഞു, നീ ഈ നാട് വിട്ടു പോണം, എന്റെ കുടുംബത്തിലുള്ള ആരെയും വിളിക്കരുത് എന്നൊക്കെ അബ്രഹാമിനോട് പറയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം അബ്രഹാം അനുസരിക്കുന്നില്ല. അത് നമ്മൾ കാണേണ്ടതാണ്. And the second time, which is recorded in the book of Genesis, is God comes to him the second time in Haran and he says, now you leave your family and I will give you a family. You leave your country, I will give you a country. And again, Abraham does not obey. He takes Lot along with him. The father has died. He takes Lot along and they have a lot of problems also. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ, ഞാൻ നിനക്കൊരു കുടുംബം തരാം, നീ ആ കുടുംബം ഒക്കെ വിട്ടിട്ട് വരണം എന്ന് പറയുമ്പോൾ അബ്രഹാം ലോത്തിനെ കൂടെ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. God puts him in the land of Canaan. ദൈവം അവനെ കനാൻ ദേശത്ത് ആക്കുന്നു. Famine comes. ക്ഷാമം വരുന്നു. And Abraham decides to go to Egypt. അബ്രഹാം അവിടുന്ന് വ്യത്യസ്തമായിട്ട് ഈജിപ്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. We don't have any record of God telling him to go to Egypt. പക്ഷേ ഈജിപ്തിലേക്ക് പോകാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് ഒരു രേഖയും കാണുന്നില്ല. And then he gets into big trouble in Egypt. ഈജിപ്തിലേക്ക് അബ്രഹാം സ്വന്തം തീരുമാനത്തിൽ പോയി അവിടെ വലിയ പ്രതിസന്ധികളെ നേരിടുന്നു അബ്രഹാം. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. God is gracious. God is gracious to Abraham. എന്നാൽ ദൈവം കൃപയുള്ളവനാണ്.
അബ്രഹാമിനോട് വളരെ കരുണയും കൃപയും കാണിക്കുന്നുണ്ട് ദൈവം. But that is because Abraham disobeyed. He didn't obey God and stay in Canaan. അത് അബ്രഹാം ദൈവത്തെ അനുസരിക്കാതിരുന്നിടത്ത് വെച്ചാണ് ദൈവത്തിന്റെ കൃപയും കരുണയും വെളിപ്പെട്ട് നമ്മൾ കാണുന്നത്. Then when God tells him, you will have a son, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. He says, what God, you're saying like this, my servant is going to be my heir. Where is the faith of Abraham? What are you talking about? No, all these things are bypassed when we hear the story of Abraham. Yeah. അബ്രഹാമിന്റെ അടുത്ത് ദൈവം പറഞ്ഞു, നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അബ്രഹാം പറയുന്നു, ഓ, ഈ പ്രായത്തിലാണോ മകൻ ഉണ്ടാകുന്നത്? എനിക്ക് എന്റെ പാരമ്പര്യം എന്റെ സഹോദരന്റെ മകനിലേക്കാണ് പോകുന്നത് എന്ന് അബ്രഹാം പറയുന്നുണ്ട്. എന്താണ് ദൈവം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അബ്രഹാം വിചാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പോകുന്നുണ്ട് പലപ്പോഴും വേദപുസ്തകത്തിൽ. And then you have, instead of listening to God, you will have a son. He's listening to the wife, how to have the son. ദൈവം ഒരു മകനെ കൊടുക്കുമെന്ന് അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയാണ്. ഒരു മകനെ കിട്ടാൻ ഒരു പുതിയ ഉപായം അല്ലെങ്കിൽ വഴി കണ്ടുപിടിക്കുന്നത് കാണാം. And for Abraham's one act of disobedience, for Abraham, one act of disobedience, that disobedience. അബ്രഹാമിന്റെ അനുസരണക്കേടിന്റെ ഏറ്റവും ഒരേ ഒരു ഉദാഹരണമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. We are paying a price till today. അതിന്റെ വില നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. The sons of Ishmael are fighting with the children of Israel till today. ഇസ്മായിലിന്റെ സന്തതി പരമ്പരയിലുള്ളവർ ഇന്നും ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ. So God trained Abraham to become a man of faith. എന്നിട്ടും ദൈവം അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവ് ആയിട്ട് വിളിച്ചിരിക്കുന്നു, കാണിച്ചിരിക്കുന്നു. And Abraham learned it. അബ്രഹാം അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. That's right. And then one day God was so happy with the way Abraham was trusting him. He said, Abraham, come, I want you to see what is in my heart. അബ്രഹാമിനോട് ഒരു ദിവസം ദൈവം വിളിച്ച് പറയുകയാണ്, ദൈവം മനസ്സിലാക്കി അബ്രഹാം ഈ കഷ്ടതയിലൂടെ പ്രയാസങ്ങളിലൂടെ എങ്ങനെ കടന്നുപോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനെ വിളിച്ചു പറയുന്നു, നോക്കൂ, എന്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നീ കാണൂ എന്ന് പറയുകയാണ്. Abraham was not emotionally ready for this crisis because nobody can be, but he was by faith prepared for the crisis. യഥാർത്ഥത്തിൽ ഈ വൈകാരികമായി നമ്മുടെ മാനുഷികമായ ചിന്തകളിലൂടെ ഒരിക്കലും ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ അബ്രഹാം തയ്യാറായിരുന്നില്ല. പക്ഷേ വിശ്വാസത്തിൽ അബ്രഹാം ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തയ്യാറായി. അതാണ് ഏറ്റവും നന്മയായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. This story tells us that God will never put us through a crisis until he has already prepared us for it. ദൈവം നമ്മളെ ഈ ഒരു സാഹചര്യം ഇതേപോലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാതെ അത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. The spiritual victory is always sure. കാരണം ആത്മീയമായ വിജയം നമുക്ക് എപ്പോഴും ദൈവം ഉറപ്പ് നൽകിയിട്ടുണ്ട്. Amen. And the physical suffering, the mental suffering is another story. നമ്മുടെ ശാരീരികമായ വേദനകളും വൈകാരികമായ വേദനകളും മാനസികമായ വിഷമങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു കഥയാണ്, മറ്റൊരു കാര്യമാണ്. But the end of the story is rejoicing. എന്നാൽ ഈ കഥയുടെ അവസാനങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നതായിരിക്കും, കർത്താവിൽ അഭിമാനിക്കുന്നതായിരിക്കും, സന്തോഷത്തിന്റെ അനുഭവമായിരിക്കും. That's right. God is telling Abraham,
your son, he's not the one. Behold my lamb. അബ്രഹാമിനോട് ദൈവം പറയാണ്, നീ യാഗം കഴിക്കേണ്ടുന്നത് നിന്റെ മകനെ അല്ല, എന്റെ മകനെയാണ്, അവനെ നീ പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആട്ടുകൊറ്റനെ കാണിച്ചു കൊടുക്കുകയാണ്. Isn't that a wonderful way that God has to make us pure? നമ്മളെ പരിശുദ്ധരാക്കാനുള്ള ദൈവത്തിന്റെ ഏറ്റവും നല്ല വഴിയല്ലേ അത്? And now we are going to skip Hosea's story. Is perhaps an amazing story because one does not think like that at all logically. ഹോശേയുടെ കഥ വളരെ രസകരമായ ഒരു കഥയാണ്. ഹോശേയുടെ കഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാനുഷികമായി അത്തരം ഒരു കാര്യം ജീവിതത്തിൽ നടക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. So, first of all, marrying a prostitute is out of question. ഒരു വേശ്യയായിരിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുക, ഭാര്യയാക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. Then she leaves you. കല്യാണം കഴിച്ചതും പോട്ടെ, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഓടിപ്പോകാന്ന് വെച്ചാ, and she goes out with other men. വേറെ പുരുഷന്മാരുടെ കൂടെ പോവുകയാണ് കല്യാണത്തിന് ശേഷം. And you have to go and bring her back. വീണ്ടും പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വരും. And you have to love her more than before. മുമ്പലത്തെക്കാൾ കൂടുതൽ ആ സ്ത്രീയെ സ്നേഹിക്കുക, ആ സ്ത്രീയെ സ്നേഹിക്കുന്ന മനുഷ്യൻ. Is anybody realizing that this story is an impossible story? നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇതൊരു അസാധ്യമായ സംഭവമാണെന്ന്? And yet this is a story of grace. ഇതാണ് കൃപയുടെ കഥ. I am not from a Christian background. ഡോക്ടർ ഒരു ക്രിസ്തീയ പിൻതലമുറയിൽ നിന്ന് വന്നതല്ല. And when I first started understanding the Bible, I must have been about 18-19 years old when I started studying on my own. 18-19 വയസ്സുള്ളപ്പോഴാണ് ഡോക്ടർ സ്വന്തമായിട്ട് വേദപുസ്തകം പഠിക്കാൻ ആരംഭിച്ചത്. I was in the CMC Vellore at that time. ഡോക്ടർ അന്ന് CMC വെല്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. And one question about the Christian religion that hit my head. ക്രിസ്തീയ മതത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം ഡോക്ടറിന്റെ മനസ്സിൽ ചോദിച്ചത് അല്ലെങ്കിൽ തറച്ചത് ഇതാണ്: This God of the Bible, he is mad. ഈ ക്രിസ്ത്യാനികളുടെ ദൈവമേ ഒരു പക്ഷെ ഒരു ഭ്രാന്തനായിരിക്കണം എന്നാണ്. Why does he love sinners? എന്തുകൊണ്ടാണ് ഈ ദൈവം തെറ്റ് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നത്, പാപികളെ സ്നേഹിക്കുന്നത്? He loves good people, that is understandable. If you love good people, it's understandable. ദൈവം നല്ല മനുഷ്യരെ സ്നേഹിക്കാന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? നല്ല കുറവില്ലാത്ത മനുഷ്യരെ, നല്ല മനുഷ്യരെ ദൈവം സ്നേഹിക്കാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. But then he loves people like Paul. He says about himself, I am the chief of sinners. ഒരു ദൈവം വന്നിട്ട് പറയാണ്, ഞാൻ പാപികളിൽ ഏറ്റവും പ്രധാനിയാണ്, ഞാനാണ് ഏറ്റവും വലിയ പാപി എന്ന് പറയുന്നു. I could not understand this God. ഈ ദൈവത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. He is illogical. ആ ദൈവം ഒരിക്കലും കാര്യകാരണങ്ങൾ കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണെന്നാണ് ഡോക്ടർ വിചാരിച്ചത്. But then grace is an illogical idea. അങ്ങനെയാണെങ്കിൽ കൃപ എന്ന് പറയുന്നതും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ആശയമായിരിക്കണമല്ലോ എന്നും ചിന്തിച്ചു. Student has failed the exam. പിള്ളേര് പരീക്ഷ എഴുതുന്നു. Failed, totally failed. Okay. പിള്ളേര് പരീക്ഷകളെ ഇഷ്ടപ്പെടുന്നില്ല. Teacher is giving grace marks to get him to pass. ടീച്ചർമാര് ഈ കുട്ടികൾ ജയിക്കാൻ വേണ്ടി അവർക്ക് ഗ്രേസ് മാർക്കുകൾ നൽകുന്നു. The person doesn't deserve it at all. യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് ഈ പരീക്ഷ പാസ്സാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല.
We can't understand that teacher. കുട്ടിക്ക് അധ്യാപകനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. And we can't understand the God who is like that teacher. എങ്ങനെയുള്ള ഒരു അധ്യാപകനാണ് ദൈവമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. But then began working with drug addicts and alcoholics. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ മദ്യപിക്കുന്നവരോടും അതേപോലെ മദ്യത്തിനും മയക്കമരുന്നിനും ഒക്കെ അടിമകളായ മനുഷ്യരുമായിട്ട് ഇടപഴകി അവരെ ചികിത്സിച്ച് സുഖപ്പെടുത്താനായിട്ട് ആരംഭിച്ചത്. And I realized something. That അവിടെ വെച്ച് ഞാൻ ഒരു വലിയ കാര്യം മനസ്സിലാക്കി. if there are two boys in the house and one boy is a drug addict and the other boy is not a drug addict. ഒരു വീട്ടില് രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരാള് മദ്യപിക്കുകയും മയക്കമരുന്നിനും അടിമയായ ഒരാൾ, വേറൊരാൾ അത് ചെയ്യാത്ത ഒരാൾ. I saw over and over again. വീണ്ടും വീണ്ടും ഇത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടർക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. The love for that addict son was so much from the parents that the good son was forgotten. എന്താണെന്ന് അറിയാമോ? അത് ഈ മാതാപിതാക്കളുണ്ടല്ലോ, ഈ മദ്യത്തിനും മയക്കമരുന്നിനും അടിമയായ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇത് ചെയ്യാത്ത കുഞ്ഞുങ്ങളോട് സ്നേഹം വളരെ കുറവുമായിരിക്കും. And I then realized why this God of the Bible is like the way he is when I saw these parents. ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ കണ്ടപ്പോഴാണ് എന്തുകൊണ്ടാണ് ദൈവം പാപികളെ സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി. Does that boy deserve to be loved? ആ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ കുട്ടിക്ക് ഇത്രമാത്രം സ്നേഹം കിട്ടാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ? No, not at all. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. Does he need the love more than anybody else? എന്നാൽ ആ കുട്ടികൾക്ക് മറ്റാരെക്കാളിലും സ്നേഹം ആവശ്യമാണ്. And when I saw that, I understood the God of the Bible is the ultimate parent. അതുകൊണ്ടാണ് ആ അമ്മമാരും മാതാപിതാക്കൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് സ്നേഹം കൊടുക്കുന്നത്. ഇത് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ദൈവം പാപം ചെയ്യുന്ന മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന്. Yes. And so Hosea's story is that story that we have just discussed now. ഹോശേയയുടെ കഥ എന്ന് പറയുന്നത് ഇതുപോലൊരു കഥയാണ്. And God, of course, says to Israel through Hosea that, look, things are going to go bad for you and all that. But it's still like a parent telling that drug addict child, you are going to go to jail, you are going to get caught by the police, you are going to have some liver problem, all that. We all know that. But that does not stop the parent from loving that child. Same God never stopped loving Israel, who was so against him. Israel was so against God. നോക്കൂ, നമുക്കറിയാം ഈ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായ കുഞ്ഞുങ്ങളെ പോലീസ് പിടിക്കുമെന്നും ഒരു ദിവസം ജയിലിൽ പോകുമെന്നും ഒരു ദിവസം ജീവിതം തകർന്നു പോകുമെന്നും കരളിനോ ഹൃദയത്തിനോ രോഗം വരുമെന്നും അവര് നാട്ടുകാരിലൊക്കെ വെറുക്കപ്പെടുമെന്നും നമുക്കറിയാം. പക്ഷെ എങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവരെ കരുതാൻ ആഗ്രഹിക്കുന്നു. അതുപോലെയാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം ഹോശയുടെ കഥയിലൂടെ കാണിച്ചത്. ദൈവത്തിനോട് അവർ എത്രമാത്രം എതിർത്ത് നിന്നിട്ടും, ദൈവം പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടും, ദൈവം സ്നേഹിച്ചിട്ട് തിരിച്ചോടിപ്പോയിട്ടും അപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ കഥയിലൂടെ കാണാൻ പറ്റും. This is agape. ഇതാണ് അഗാപ്പെ. അഗാപ്പെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം. Ununderstandable love of God. We cannot understand it. Ununderstandable. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വലിയ സ്നേഹം, നമ്മുടെ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയാത്തതിലും വലിയ സ്നേഹം. Okay. Then we come to a totally different character, Job. വളരെ അതിനുശേഷം നമ്മൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രത്തിലേക്ക് വരികയാണ് ഇയ്യോബിന്റെ കഥ. He's the best man in the whole world.
ഈ ലോകത്തിലേക്കും ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു യോബ്. God says so. God is saying so. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? And the interesting part is Job knows he's the best man in the world. അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഇയ്യോബിന് അറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കനും നീതിമാനുമായ മനുഷ്യൻ അദ്ദേഹമാണെന്ന് യോബിന് തന്നെ അറിയാമായിരുന്നു. You know, again, this is another story that we hear very peculiarly told by other people, and we don't read the book of Job itself, and you will find a different story. നമ്മള് യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കഥകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. What are the few verses that we know? Everybody knows in Job. The Lord gave and the Lord took away. Blessed be the name of the Lord. Number one. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ യോബിന്റെ വാക്കുകൾ ഏതൊക്കെയാണെന്നറിയാം. ഒന്ന്, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. Number two, he says, what is it? That that is when his wife is telling him to curse God. He says that. Then he says, I know that my Redeemer lives and I will then one day see him. On the last day I will see him. He says. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് പോകുമ്പോ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ മരിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. And I think I forget there's one more statement that he makes, very very fantastic statement, and often these are the 3-4 statements that are quoted from the book of Job. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെയുള്ള 2-3 പ്രധാനപ്പെട്ട മനോഹരമായ വാക്യങ്ങളാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. And you know, let's get it straight. We all of us have made those kind of statements few times in our lives also. We have all made statements like that. ഇതേപോലെ യോബ് പറഞ്ഞ ഇതേ വാക്കുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളും കടന്നു പോയിട്ടുണ്ട് പല പ്രാവശ്യവും. But that is not our whole life. അതല്ലല്ലോ നമ്മുടെ മുഴുവൻ ജീവിതവും. And that is also not Job's whole life. അത് മാത്രമായിരുന്നില്ല യോബിന്റെ ജീവിതവും. So many chapters of Job when he talks. So many chapters. ഒരുപാട് അധ്യായങ്ങൾ യോബ് സംസാരിക്കുന്നതായി നമുക്ക് കാണാം. He starts off chapter 3 by saying, oh, cursed is the day when I was born. Why did they ever say there was a man child born? I wish, you know, I'd never lived. And you know, it's such a, in English we call this pity party. He is everybody for a pity party. Be sorry for me. യോബിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ജനിച്ച ദിവസം നശിച്ചു പോയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് എന്താണ്, സ്വയം പുച്ഛിക്കുന്ന, സ്വയം വെറുക്കുന്ന പല വാക്കുകൾ കൂടെയാണ് അധ്യായം ആരംഭിക്കുന്നത്. And then he goes on, every time his friends are trying to reason with him, he's telling them, he says, you fellows are miserable fellows, all not giving me any comfort. I tell you, I have never sinned with my mouth. I have never sinned with my eyes. And finally, he gets so about the whole thing. He says, let God come and answer me. Tell me where I have gone wrong. These are the... യോബിന്റെ കൂട്ടുകാർ വന്നിട്ട് യോബിന്റെ അടുത്ത് വർത്താനം പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ യോബ് അവരോട് വെല്ലുവിളിച്ച് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് തെറ്റ് ചെയ്തത്, എപ്പോഴാണ് ഞാൻ വാക്കുകൊണ്ട് തെറ്റ് ചെയ്തത്, എപ്പോഴാണ് ചിന്ത കൊണ്ട് തെറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു. ദൈവം വന്ന് എന്നോട് ചോദിക്കട്ടെ, അപ്പോ ഞാൻ ദൈവത്തിനോട് ഉത്തരം കൊടുക്കാം. ദൈവം എന്നോട് വന്നിട്ട് അതിന്റെ കാരണം എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്നൊക്കെ യോബ് പറയുന്നത് നമുക്ക് കാണാം. I want to say 2 things we have to see in the book of Job, only 2 times. Chapter 32, verse 1, and then chapter 42, the first few verses. Chapter 30. വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ഒന്ന് 32-ാം അധ്യായം 1-ാം വാക്യം. Chapter 32, verse 1 tells us the sin of Job. 32-ന്റെ 1-ാം അധ്യായം 1-ാം വാക്യം, 32-ാം അധ്യായം 1-ാം വാക്യം യോബിന്റെ തെറ്റെന്താണെന്ന് വിശദീകരിക്കും. Can we ask them to read? Yes, please read it. It's written there. Yeah. തീർച്ചയായിട്ടും.
ആ വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. ആ വാക്യം ഇതാണ്, തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് എന്നുള്ളതാണ് വാക്ക്. തനിക്ക് തന്നെ നീതിമാനായി തോന്നി. Yes, he was so self-righteous, and that is one of the most difficult for God to deal with. പറയുന്നത് സ്വയം നീതിമാനായി തോന്നുക എന്ന് പറയുന്ന ഒരു വലിയ പിശകാണ്. അങ്ങനെ തോന്നുന്ന വ്യക്തികളെ തിരുത്താൻ വലിയ പാടുമാണ്. And so all throughout the book is a very self-righteous Job, because he is the best man in the world. ഈ പുസ്തകം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ നീതിമാനാണെന്ന് തോന്നുന്ന, സ്വയം നീതീകരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അത് വളരെ വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. Satan is putting him through fire. സാത്താൻ യോബിനെ അഗ്നിയിലൂടെ കടത്തിവിടുകയാണ്. God is the crucible holding Job. എന്നാൽ ക്രിസ്തുവാകുന്ന മൂശയിലാണ് യോബ് അഗ്നിയിലൂടെ കടന്നു പോകുന്നത്. യേശു ക്രിസ്തു എന്ന മൂശയിലൂടെയാണ് യോബ് കടന്നു പോകുന്നത്. And he is letting Job know what his sin is. കർത്താവ് പാപം എന്താണെന്ന് തിരിച്ചറിയിക്കാൻ ശ്രമിക്കുകയാണ് യോബിനെ. And then when Job understands that, you read chapter 42 and the first few verses. 42-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ യോബിന് അത് മനസ്സിലാകുന്നതായി കാണാം. വായിക്കാം 42-ന്റെ 1. I think it's 4, 5 and 6. You can just read 4, 5 and 6. Chapter 4. 4, 5 മാത്രം വാക്യം. 42 chapter 4, 5, 6. I think so. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴും ഞാൻ കണ്ണാൽ നിന്നെ കാണുന്നു. Is the verse there? Spoke what I didn't know, and now I repent in dust and ashes. Is it there? 4 and 5. Which one is that one? 4 Which and 4? 5. Yeah, so we know that. So when Job, God, 6, verse 6, yeah? Yeah. 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. Yes, is that correct? I don't understand the Malayalam. Yes, it's correct. That is the correct one. Okay, so here's what we're saying, that in this particular case, the whole tough time that he went through was for him to be broken. And once he's broken, God could then speak to the broken Job. നോക്കൂ, എന്തിനാണ് ദൈവം യോബിന് ഇത്ര വലിയ കഠിന പരീക്ഷ അനുവദിച്ചതെന്ന് അറിയാമോ? കാരണം ഇവിടെ യോബ് തകരണമായിരുന്നു. യോബ് തകർന്നിട്ട് ആ കുറവ് സ്വയം കണ്ടെത്തണമായിരുന്നു. യോബ് അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തകർന്ന മനസ്സുള്ള യോബിനോട് ദൈവം സംസാരിക്കുമ്പോൾ തകർന്ന മനസ്സുള്ള യോബ് ആ കർത്താവ് പറയുന്നതിനെ സ്വീകരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. So, we should not have any wrong idea. Job was not. There's difference between Job and David. David is a man after God's own heart, and he's such a sinner. He confesses that he's a sinner. ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത് എന്റെ ഹൃദയത്തിലെ മനുഷ്യൻ എന്നാണ്. പക്ഷെ ദാവീദ് എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. So Job had no idea of the grace of God. യോബിന് ദൈവത്തിന്റെ കൃപയെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. Nor of faith in God also. Job didn't have that. വിശ്വാസത്തെ കുറിച്ചും അറിഞ്ഞുകൂടാ, അത് ആദ്യത്തിൽ ഉണ്ടായിരുന്നതുമില്ല. Because in chapter 3 he says, the thing I was afraid of that has happened to me. ഞാൻ എൻ്റെ ഹൃദയത്തിൽ, 3-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിചാരിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു, എന്നെ ബാധിക്കുന്നു എന്ന് യോബ് പറയുന്നത് കാണാം. Job served God out of fear, not faith.
യോബ് ആദ്യകാലത്ത് ദൈവത്തെ അനുസരിച്ചത് പേടിയിൽ നിന്നാണ്, പക്ഷെ വിശ്വാസത്താലായിരുന്നില്ല. And we need to be very careful about that ourselves. നമ്മളെ കുറിച്ച് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. Fear is the opposite of faith. വിശ്വാസത്തിന്റെ എതിരാണ് ഭയം. Spiritual opposite. ആത്മീയമായ എതിര്. അതുകൊണ്ടാണ് പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, ഭയത്തിന് ദണ്ഡനമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. And then you come to Paul. ഇനി നമുക്ക് പൗലോസിലേക്ക് വരാം. You know, when you come to Paul and his understanding of the high heat that God puts a person through. പൗലോസ് അപ്പോസ്തലന്റെ കാര്യത്തിൽ വരുമ്പോൾ ദൈവം ഏറ്റവും നല്ല ഉന്നതമായ അവസ്ഥയിലാക്കുന്ന ഒരാളാണ് പൗലോസ്. He uses very ordinary Greek to say that. അത് പറയാൻ വേണ്ടിയിട്ട് വളരെ സാധാരണമായ ഗ്രീക്ക് ഭാഷയാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. He says, all these things that happen, I count them dung. അദ്ദേഹം പറയുന്നത് ഈ സംഭവിച്ച കാര്യങ്ങൾ, എന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചപ്പും ചവറുമെന്നും. Yes, if you today's English you were to use, you would use an unacceptable word. In polite. ഇംഗ്ലീഷില് ഇന്ന് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു പക്ഷേ എല്ലാവർക്കും സ്വീകാര്യമായതായിരിക്കില്ല. Okay, but look at this man and how he treated Paul and how he treated any kind of trouble in his life. He gives a list. I was beaten, I was imprisoned, I almost died. And what does he say? We are more than conquerors through all this. പൗലോസ് അപ്പോസ്തലൻ നോക്കൂ, ലിസ്റ്റൊക്കെ പറയാണ് എന്തൊക്കെ തരത്തിലുള്ള കഷ്ടതയാണ് കിട്ടിയത്. അടി കിട്ടി, കൂട്ടുകാരിൽ ആപത്ത്, കടലിൽ ആപത്ത്, ഇങ്ങനെയുള്ള വലിയ ലിസ്റ്റൊക്കെ പറയുകയാണ് പൗലോസ്. In our quarterly, they have quoted second Corinthians chapter 1 verse 8 and 9. I'm reading the last bit. But all these things happened that we might not rely on ourselves, but on God who raises the dead. നമുക്ക് ആ വാക്യത്തിന്റെ അവസാന ഭാഗം ഡോക്ടർ വായിച്ചൊന്ന് വായിക്കാം. സെക്കൻഡ് കൊരിന്ത്യൻസ്, it's there in chapter 1, ഒന്നാം അധ്യായം verse 8 and 9, but I read the last part of verse 9. 8ഉം 9ഉം വാക്യമാണ്. 9ആം വാക്യത്തിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് വായിക്കാം. The last part of verse 9. 9ആം വാക്യത്തിന്റെ അവസാന ഭാഗം. അതേ ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഓക്കെ, എന്താണ് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചോളൂ സിസ്റ്റർ റിൻസി. അതേ ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഓ, കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വയം മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. Okay, so here you see Paul in every crisis demonstrating the faith of Jesus Christ. ഓരോ പ്രതിസന്ധിയിലൂടെയും പൗലോസ് കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് കർത്താവിൽ ആശ്രയിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. Here was a man who understood the gospel. ഇവിടെ ഒരു മനുഷ്യനെ കാണാം, സുവിശേഷം എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ. You know the word gospel. ഈ സുവിശേഷം എന്ന വാക്ക് അറിയാമോ? We usually translate it like good news. Normal translation. സ്വാർത്ഥ എന്നാണ് സാധാരണയായി പരിഭാഷപ്പെടുത്താറ്. But the actual Greek that was used, യഥാർത്ഥമായ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് it means the best news in the worst circumstances. യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് അറിയാമോ? The best news in the worst circumstances. ഓക്കെ, ഏറ്റവും കുഴപ്പം പിടിച്ച സമയത്ത് കിട്ടുന്ന ഏറ്റവും നല്ല വാർത്ത എന്നാണ്.
Okay. Once we remember this, that this is God telling us, I have only good news for you. I have no bad news for you. ദൈവം പറയാണ്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ല വാർത്തകളെ കുറിച്ചു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റായ മോശമായ വാർത്തകൾ ഉണ്ടാവില്ല. നമ്മളോട് പറയാ ദൈവം. There is a very interesting thing about our brain. നമ്മുടെ തലച്ചോറിനെ പറ്റി വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ട്. In the brain, in the middle part of the brain, there is called a pleasure center of the brain. നമ്മുടെ തലച്ചോറിന്റെ ഏതാണ്ട് ഉൾഭാഗത്ത് സന്തോഷത്തിന്റെ സെന്റർ, പ്ലഷർ സെന്റർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. In the brain, there is no pain center. എന്നാൽ In the brain, there is no pain center. വേദനയുടെ ഒരു കേന്ദ്രമില്ല, പക്ഷെ സന്തോഷത്തിന്റെ ഒരു കേന്ദ്രമുണ്ട്. The pain centers are all at the far away from the main. വേദനയുടെ pain centers are all, the pain fibers are very far away from the brain. വേദനിപ്പിക്കുന്ന വേദനയുടെ സെന്ററുകൾ നമ്മുടെ ശരീരത്തിലുള്ളത് യഥാർത്ഥത്തിൽ തലച്ചോറിൽ നിന്ന് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. So just the way we are made, God has made us only for pleasure. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സന്തോഷം നൽകുവാനും സന്തോഷം ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. The devil is telling us God is giving us pain. എന്നാൽ പിശാച് നമ്മളോട് പറയുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് വേദനിക്കാനാണെന്നാണ്. And it's amazing how many of us believe that. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ കൗതുകവും അതിശയമുള്ള കാര്യമാണ്. In the best traditions of our Hindi movies, ഹിന്ദി സിനിമകളിലൊക്കെയുള്ള രീതികൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ, oh God, why did you let this happen to me? എന്തുകൊണ്ടാണ് ദൈവമേ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അനുവദിച്ചത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. Yes, do we also say that? പലപ്പോഴും നമ്മളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? If you know this God of good news, he would never do. നല്ല വാർത്തയുടെ ദൈവത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. No matter what kind of circumstances we are going through now, നമ്മളിപ്പോൾ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, the song is real for that crisis. Turn your eyes upon Jesus. ഈ പാട്ടിന്റെ വരികൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമാണ്. എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നമ്മുടെ കണ്ണുകൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തിരിക്കുക. And when you turn your eyes upon Jesus, what do you see? കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? I want to close with two things that I have really enjoyed knowing about Jesus. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ ദിവസം മുതൽ ഞാൻ അനുഭവിച്ച രണ്ട് സന്തോഷങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. First one is found in 2 Corinthians chapter 5 verse 21. ഒന്നാമത്തെ കാര്യം 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5-ാം അധ്യായം വേഴ്സസ് 21. 21-ാം വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. Yes. Is that the correct one? For God made him to be sin? Yes. Yes. Here God, the Father, makes Christ to become sin for us. Do you know what നമുക്ക് വേണ്ടി finish. നമുക്ക് വേണ്ടി കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകനെ പാപിയാക്കി തീർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്നാണ് പറയുന്നത്. Which is bigger, sin or sinner? ആരാണ് വലുത്? പാപമാണോ വലുത്, പാപിയാണോ വലുത്? What's the answer? എന്താണ് ഉത്തരം?
എന്താണ് ഉത്തരം? Sinner. പാപി. പാപി എന്ന് ഉത്തരം പറഞ്ഞു. സിന്നർ എന്ന്. Sinner. സിന്നർ. They are saying sinner is bigger than sin. പാപിയാണോ പാപത്തെക്കാൾ വലുത്? If there is no sin, then there is no sinner. പാപമില്ലെങ്കിൽ പാപി ഉണ്ടാവില്ലല്ലോ. Yeah, sin is there, therefore there is a sinner. പാപം ഉണ്ടായത് കൊണ്ടാണ് പാപി ഉണ്ടാകുന്നത്. Okay, so sin is the big thing. So God is making Jesus Christ. പാപമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാശത്തിന് വേണ്ടിയിട്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം പാപിയാക്കി മാറ്റുകയാണ്, പാപമാക്കി മാറ്റുകയാണ്. Yes, so everything that is evil, God makes Jesus Christ to be that. എന്തൊക്കെയാണോ ഈ ലോകത്ത് പാപമായിട്ടുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം അതാക്കി മാറ്റി. So today when you say there is sin in my life, look at the sin that God made Jesus Christ. Your sin is in him. നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിനെ അപ്പോൾ നോക്കണം. നമ്മുടെ പാപത്തിന് പകരമായി യേശു ക്രിസ്തുവായി മാറിയിരിക്കുന്നു. യേശു ക്രിസ്തു ആ പാപമായി മാറിയിരിക്കുന്നു. God made sin into a person, and that person's name is Jesus Christ. ആ പാപത്തെ ഒരു വ്യക്തിയാക്കി ദൈവം കാണിക്കുന്നു. ആ വ്യക്തി ക്രിസ്തുവാണ്. Do you understand that kind of love? ഇത്ര വലിയ സ്നേഹത്തെ നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? And can you understand that that is the grace that we have received? അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? So when we look to Jesus, we see sin there. Our sin is there. നമ്മൾ കർത്താവിനെ നോക്കുമ്പോൾ കാണേണ്ടുന്നത് എന്റെ പാപം കർത്താവ് വഹിക്കുന്നതാണ് നമ്മൾ കാണേണ്ടുന്നത്. And the second one is 1 Corinthians chapter 1, and I think it's verse 30. Just check. 1 Corinthians chapter 1 verse 13. Yeah, just check. It could be wrong. നമുക്കൊന്ന് വായിക്കാം അത്. 1 Corinthians 1:13. വളരെ വേഗം. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. What's the text it's supposed to be? For God made him. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. God made Christ to be wisdom for us and righteousness and sanctification and redemption. Christ is made unto us. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. Yes, that's the way. That's the text. Okay. Yeah. Got it? Yes. Yeah. So now my sin is Jesus Christ. But what is my righteousness? Look at the text. കർത്താവ് നമുക്ക് വേണ്ടി പാപമായിരിക്കുന്നു. ഇനി നീതി എന്താണ്? ആ വാക്യം എന്താ പറയുന്നത്? What is the righteousness then? Christ is righteousness. It says there. നീതിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ടോ? The text. രാജൻ ഒന്നുകൂടെ വായിക്കൂ. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. Yes. എന്താണ് നീതി? Hello. Christ itself. Christ is made for me righteousness. ക്രിസ്തുവിനെ നമുക്ക് നീതിയാക്കി തന്നിരിക്കുന്നു. I don't have to try and become righteous. ഞാൻ നീതിമാനാകാൻ വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. I receive Jesus
and that is my righteousness. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ നീതി. You want the text in John chapter 1 verse 12. That is the secret of success. John chapter 1 verse 12. യോഹന്നാൻ 1:12 വിജയത്തിന്റെ അടിസ്ഥാനം. ആ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 1:12. John chapter 1 verse 12. 12, yes. 1:12. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Amen. Praise the Lord. Hallelujah. Can you see that? Everything we need is in Jesus Christ. The end of our sin is in Jesus Christ. The beginning and the complete ongoing story of righteousness is Jesus Christ for us. നമ്മുടെ തുടക്കം കർത്താവാണ്, നമ്മുടെ പാപം കർത്താവാണ്, നമ്മുടെ നീതി കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പരിഹാരകനും ഉറപ്പും ഉറവിടവും ഉയരും എല്ലാം കർത്താവാണ്. So when we see Jesus, നമ്മൾ കർത്താവിനെ കാണുമ്പോൾ we see everything we need. നമുക്ക് ആവശ്യമായതെല്ലാം കാണാൻ പറ്റും. And that is why when the fire is burning around us, നമ്മുടെ ജീവിതത്തിന്റെ അഗ്നിനാളങ്ങൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റും എരിഞ്ഞ് ആളിപ്പടരുമ്പോൾ we will, like the 3 Hebrew young men, know the Christ walking with us in the fire. നമ്മൾ അഗ്നിനാളങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളുടെ അഗ്നിനാമ്പുകൾ നമ്മളെ നക്കി തിന്നാൻ വരുമ്പോൾ നമ്മൾ ആ 3 എബ്രായ യുവാക്കന്മാരെ പോലെ യേശുവിനെ കാണണം. പ്രതിസന്ധിയുടെ നടുവിൽ, അഗ്നിനാളങ്ങളുടെ നടുവിൽ. And so being in the crucible, in the fire, is a great gift from God to every one of us. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായ അഗ്നിനാളങ്ങളിലൂടെ, അഗ്നിശോധനയിലൂടെ നമ്മൾ നടക്കുന്നത് നമുക്കുള്ള വരമാണ്, വരദാനമാണ്. The Bible is the only holy book in the world that gives such an illogical advice. Not advice, to do that. വേദപുസ്തകം മാത്രമാണ് മനുഷ്യ സമ്പ്രദായങ്ങൾക്കും മനുഷ്യ സാങ്കേതിക വിദ്യകൾക്കും മനുഷ്യ തത്വങ്ങൾക്കും അംഗീകരിക്കാനാവാത്ത ഇത്ര വലിയൊരു സത്യം പറയുകയും കാണിച്ചു തരികയും ചെയ്യുന്നത്. The Bible is the only book that says rejoice in tribulation. ബൈബിൾ മാത്രമാണ് പറയുന്നത് കഷ്ടതയിലും സന്തോഷിക്കുവിൻ എന്ന് പറയുന്നത്. Mad. This God is mad and his people are also mad. Mad with his അതുകൊണ്ട് ലോകം പറയും ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ഒരുപക്ഷെ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞേക്കാം നമ്മളെ കുറിച്ച്. Because we know here where he has put the pleasure center, the joy of the Lord is our strength. കാരണം നമ്മുടെ തലച്ചോറിന്റെ നടുഭാഗത്ത് കർത്താവ് സന്തോഷത്തിന്റെ പ്ലഷർ സെന്റർ വെക്കുമ്പോൾ അത് ക്രിസ്തുവിലാണ് വെച്ചിരിക്കുന്നത്. അത് ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കേന്ദ്രം. So for me this lesson was a great lesson. This Sabbath school lesson, എന്നെ സംബന്ധിച്ചോളം ഈ പാഠം വലിയ പാഠമാണ്. I really enjoyed knowing my God through it. ഈ പാഠപുസ്തകത്തിലൂടെ യേശു ക്രിസ്തുവിനെ ഇത്രമാത്രം അടുത്തറിയുന്നത് ഞാൻ ഏറെ ആസ്വദിച്ചു. And I know and believe that you also will enjoy this wonderful God. അതുകൊണ്ടാണ് ഇത്ര മനോഹരനായ ദൈവത്തെ നിങ്ങൾ ഓരോരുത്തരും ഈ പാഠത്തിലൂടെ ആസ്വദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. God bless you all. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you so much, Dr. Rohini, explaining this truth to us today.
Thank you so much once again. If anybody, ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനായിട്ട്, അപ്രിസിയേഷൻ ആയിട്ട് പറയാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് സമയം അല്പം വൈകിപ്പോയെങ്കിലും ഇത്ര മനോഹരമായ ഒരു പാഠത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഓൺ ചെയ്തിട്ട് പറയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇയ്യോബ് ഭയങ്കര ദൈവത്തെ അനുസരിച്ചെന്ന് പറയുന്നത് കൊണ്ടല്ലെന്ന് പറഞ്ഞത് അതെന്താ അങ്ങനെ പറയുന്നത്? ഓക്കെ, അത് പഴയ കാലത്ത് അനുസരണത്തിലൂടെയാണ് നീതി എന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. അത് നമ്മൾ അതിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളും അനുസരണത്തിലൂടെയാണ് നീതി എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് വിശ്വാസത്തിലാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അബ്രഹാമിന് വിശ്വാസമാണ് നീതിയായി കണക്കിട്ടത്, അനുസരണമോ പ്രകടനമോ ഒന്നുമല്ല എന്ന് ഉള്ള ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇയ്യോബിന്റെ കഥ നമ്മൾ പറഞ്ഞത്. ഇനിയും ആർക്കെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ സോമിനി ബാബു, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഡോക്ടർ പാസ്റ്റർ അലക്സ് ജോസഫ്, സോമിനി ബാബു കേൾക്കുന്നുണ്ടോ? ബ്രദർ അലക്സ് ജോസഫ് കേൾക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥനയിലേക്കാണ്. നിങ്ങളുടെ സ്നേഹവാനായ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, വളരെ മനോഹരവും ദൈവാനുഗ്രഹത്താൽ കർത്താവെ ഇന്ന് സന്ധ്യായാമത്തിൽ തിരുവചനത്തിന്റെ ആധികാരികതയെ കുറിച്ച് സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസിയെ ദൈവം ശക്തമായി ഉപയോഗിച്ചതിനായി സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസിയെ കൂടുതലായി ദൈവം തുടർന്നും ഉപയോഗിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. തിരുനാമ മഹത്വത്തിനു വേണ്ടി കർത്താവെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ അടിയങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കൂടുതലായി ദൈവികമായ അനുഭവത്തിലൂടെ ക്രിസ്തുവിലുള്ള സന്തോഷം പ്രാപിച്ച് ദൈവീയ സമാധാനത്തെ ജീവിപ്പാൻ, അവിടുത്തെ സാക്ഷികളായി ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം വളരെ മനോഹരമായി, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ അതിനായി സഹായിക്കുകയും കൂടുതലായി ദൈവത്തിന്റെ ആത്മാവിൽ കർത്താവെ ഞങ്ങളുടെ വേലയിൽ ശക്തീകരിക്കപ്പെടുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനന്തരം നടക്കുന്ന ക്ലാസ്സുകളിലൂടെ കർത്താവെ കൂടുതലായി ദൈവവചനത്തെ കുറിച്ച് പഠിക്കാൻ ഞങ്ങളെ അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം. തുടർന്ന് ദൈവങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും കൂട്ടായ്മയും നാം കേട്ട വിഷയത്തോടും പ്രാർത്ഥനാര്യങ്ങളോടും നമ്മളോടെല്ലാവരോടും ഇന്ന് മുതൽ കാലാന്തരത്തോളം ഇരിക്കുമാറാവട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. എല്ലാവരും ക്ഷമാപൂർവം കാത്തിരുന്നത് കൊണ്ട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. How do I come out of the meeting? I'll just check. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ.